ഗുഡ് മോർണിംഗ്. നമുക്ക് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. സീക്വൻസസ് ആൻഡ് സീരീസ്. ചാപ്റ്റർ 9 ആണ്. സീക്വൻസസ് ആൻഡ് സീരീസ്. ഓക്കെ. സീക്വൻസ് ഈസ്, സേ ദിസ് നോട്ട്സ്. Sequence is an arrangement of numbers in a definite order according to some rules. സീക്വൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സിനെ ഇങ്ങനെ അടുക്കി എഴുതുക. അതൊരു സർട്ടൻ റൂൾസ് ഉണ്ടാവും. ആ റൂൾസ് അനുസരിച്ച് ഒരു ഡെഫിനിറ്റ് ഓർഡറിൽ നമ്മൾ നമ്പേഴ്സിനെ എഴുതുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ സീക്വൻസിലെ ഓരോ നമ്പറിനെയും സീക്വൻസിൽ ഉൾപ്പെടുന്ന നമ്പേഴ്സിനെ നമ്മൾ ടേംസ് എന്നാണ് പറയുക. ടേം ഓഫ് എ സീക്വൻസ്. ഓക്കെ. അപ്പോൾ nth ടേം, ജനറൽ ടേമിനെ നമ്മൾ nth ടേം എന്ന് പറയും. nth ടേം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1, 2, 3 ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം എക്സെട്ര. nth ടേമാണ് ജനറലായിട്ട് നമ്മൾ പറയുക. അതായത് nth പൊസിഷനിലുള്ള ടേമാണ് nth ടേം. അതിനെ സാധാരണ നമ്മൾ nth ടേമിനെ an അല്ലെങ്കിൽ bn സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ ഡിനോട്ട് ചെയ്യും. an, bn, cn എക്സെട്ര. ഓക്കെ. എക്സാമ്പിൾ ഇപ്പോൾ 5, 10, 15, 20 എക്സെട്ര. അതൊരു സീക്വൻസ് ആണ് അല്ലേ? അല്ലെങ്കിൽ 1, 2, 3, 4 എക്സെട്ര. അതും ഒരു സീക്വൻസ് ആണ്. ഓക്കെ. നമ്മൾ 5, 10, 15, 20 പറഞ്ഞത് എക്സെട്ര, അത് സീക്വൻസ് തന്നെ. ഓക്കെ. അപ്പോൾ ഇഫ് എ സീക്വൻസ് കണ്ടെയ്ൻസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്, ഒരു ലിമിറ്റഡ് എണ്ണമാണ്, അങ്ങനെയാണെങ്കിൽ അതിനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് അതിലുള്ളത് എന്ന് പറയാം. അല്ലെങ്കിൽ അതിനെ ഫൈനൈറ്റ് സീക്വൻസ് എന്ന് വിളിക്കാം. ഓക്കെ. അപ്പോൾ ഫൈനൈറ്റ് നമ്പറേ ആ സീക്വൻസിൽ ഉള്ളൂ എങ്കിൽ അതിനെ ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നമ്പേഴ്സേ ഉള്ളൂ അവിടെ. അപ്പോൾ അതെന്തായി? അതൊരു ഫൈനൈറ്റ് സീക്വൻസ് ആയി. അല്ല എങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിനെ ഇൻഫിനിറ്റ് സീക്വൻസ് എന്ന് പറയും. മനസ്സിലായോ? ഇപ്പോൾ ഒരു സീക്വൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസിനെ കണ്ടെയ്ൻ ചെയ്യുന്നുവെങ്കിൽ ആ സീക്വൻസിനെ നമുക്ക് ഇൻഫിനിറ്റ് സീക്വൻസ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ 1, 3, 5, 7 എക്സെട്ര അങ്ങനെ പോവുകയാണ്, അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട് അതിൽ. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിളാണ് 2, 4, 6, 8 എക്സെട്ര. ഓക്കെ. അപ്പോൾ അതൊക്കെ ഇൻഫിനിറ്റ് സീക്വൻസ് ആണ്, ഇൻഫിനിറ്റ് ആയിട്ട് നമ്പേഴ്സ് പോവുകയാണ്. ഓക്കെ. ഇനി നോക്കുക. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഹൂസ് nth ടേംസ് ആർ ഗിവൺ ബിലോ. ഇപ്പോൾ താഴെ കുറച്ച് nth ടേം തന്നിട്ടുണ്ടാവും നമുക്ക്. nth ടേം തന്നിട്ടുണ്ടെങ്കിൽ അതുപയോഗിച്ചിട്ട് 5 ടേംസ് എഴുതാനാണ് നമ്മളോട് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. ഇവിടെ നോക്കുക. nth ടേം എന്ന് പറയുന്നത് ഇതാണ്. an = n × n+2. ഓക്കെ. അതായത് എന്നിന് നമ്മൾ 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും, എന്നിന് 2 കൊടുത്താൽ സെക്കൻഡ് ടേം കിട്ടും, എന്നിന് 3 കൊടുത്താൽ തേർഡ് ടേം കിട്ടും, എന്നിന് 100 കൊടുത്താൽ 100th ടേം കിട്ടും. അതാണ് ജനറൽ ടേം നമ്മൾ ഇൻ ടേംസ് ഓഫ് n ഇങ്ങനെ എഴുതുക. an = n × n+2. ഓക്കെ. അപ്പോൾ an എന്ന് പറഞ്ഞാൽ nth ടേമാണ്, a1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് ടേം എങ്ങനെ എഴുതാം? a1 = n നമ്മൾ വാല്യൂ 1 കൊടുക്കുക. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്ത് വരും? 1 × 1+2. ഓക്കെ. അപ്പോൾ a1 എന്ന് പറയുന്നത് 1 × 1+2, ദാറ്റ് ഈസ് 1 × 3. സോ ദാറ്റ് ഈസ് = 3. ഓക്കെ. a2 എന്ന് പറയുന്നത് എന്താ? 2 × 2+2, ദാറ്റ് ഈസ് 2 × 4, ദാറ്റ് ഈസ് 8. ഓക്കെ. a3 എന്ന് പറഞ്ഞാലോ 3 × 3+2. ഓക്കെ. 3 × 5, ദാറ്റ് ഈസ് 15. ഓക്കെ. a4 എന്ന് പറഞ്ഞാൽ 4 × 4+2, that is 4 × 6, that is = 24. ഓക്കെ. a5 എന്ന് പറഞ്ഞാൽ 5 × 5+2, that is 5 × 7, that is = 35. ഓക്കെ. അപ്പോൾ 5 ടേംസ് എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 5 ടേംസ് എഴുതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. an = 2n. അപ്പോൾ an = 2n എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ 1, 2, 3 കൊടുത്തു കഴിഞ്ഞാൽ 5 വരെ കൊടുത്താൽ നമുക്ക് 5 ടേംസ് കിട്ടും. അപ്പോൾ a1 = 2^1, ദാറ്റ് ഈസ് 2, ആൻഡ് a2 is 2², ദാറ്റ് ഈസ് 4. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. a5 എന്ന് പറഞ്ഞാൽ 2^5. അതിൻ്റെ വാല്യൂ കാണുക. സോ ഇതാണ് നമുക്ക് സീക്വൻസ് കിട്ടുന്നത് ഇവിടെ. 2, 4, then 8, 16, 32. ഓക്കെ. ഇനി അടുത്ത് നോക്കുക. an = -1n - 1, 5n+1. ഇവിടെയും n ന് 1 കൊടുത്താൽ -1 1
5 raised to 1 plus 1. So that is 25. A2 means minus 1 whole raised to 2 minus 1. In minus 1, 2 minus 1, 5 raised to 2 plus 1. So you will get it as 125. So do all that. So you will get A5 as 15625. Okay. Then come to the next one. An equal to, clear allowed, An equal to n by n plus 1. n by n plus 1 ആണ് nth term തന്നിരിക്കുന്നത്. അപ്പോൾ n ന് 1 കൊടുക്കുക. Then 1 by 1 plus 2. So that is An equal to n by n plus 1. So A1 equal to 1 by 1 plus 2, 1 by 1 plus 1, that is 1 by 2. A2 is 2 by 2 plus 1, that is 2 by 3. A3 is 3 by 3 plus 1, that is 4. So like that you will get the sequence as 1 by 2, 2 by 3, 3 by 4, 4 by 5, 5 by 6. അത് കണ്ടിന്യൂസ് ആയിട്ട് പോകും. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള 5 ടേംസ് ആണ്. സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. an equal to 2n minus 3 by 6. ഓക്കെ, an equal to 2n minus 3 by 6 എന്ന് പറയുമ്പോൾ n ന് 1 കൊടുത്താൽ 2 into 1 minus 3, that is 2 minus 3, that is minus 1 by 6. So minus 1 by 6 is the first term. Okay, like that you can complete it as see, a1 is minus 1 by 6, a2 is 1 by 6, and a3 is 3 by 6, and a4 is 5 by 6, and a5 is 7 by 6. Okay, like that you can find all the terms. Then next comes the heading series. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് സീക്വൻസ് ആണ്. A1, A2, A3 എക്സെട്ര AN B എ ഗിവൺ സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മൾ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര പ്ലസ് AN, അങ്ങനെ ഒരു സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സീരീസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ സമ്മായിട്ട്, അതായത് ഈ സീക്വൻസിനോട് അസോസിയേറ്റ് ചെയ്ത് നമുക്കൊരു സീരീസ് എഴുതാം. അതായത് സമ്മായിട്ട് പ്ലസ് ഇട്ട് എല്ലാ ടേംസും ആഡ് ചെയ്ത് അങ്ങനെ വരുമ്പോഴാണ് നമ്മളതിനെ സീരീസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെയും സീരീസ് എന്ന് പറയുന്നത് ഒരു സമ്മാണ്. സമ്മിനെ നമ്മൾ ഫൈനൈറ്റ് ആകാം, ഇൻഫിനിറ്റ് സം, ഇൻഫിനിറ്റ് ആയിട്ടും എഴുതാം. ഇൻഫിനിറ്റ് ആയിട്ട് ടേംസ് പോവുകയാണെങ്കിൽ അതിന് ഇൻഫിനിറ്റ് എന്ന് പറയും. അപ്പോൾ the series is finite or infinite according as the given sequence is finite or infinite. Okay. ഇനി സീരീസ് നമ്മൾ ഇതുപോലെ സമ്മായിട്ടാണ് എഴുതുന്നത് എന്ന് പറഞ്ഞു. സമ്മിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാനായിട്ട് സിഗ്മ എന്നൊരു സൈൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് അത് ഓൾറെഡി ഫെമിലിയർ ആണ്, നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സിഗ്മ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട്, ഗ്രീക്ക് ലെറ്ററാണ്, ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ സമ്മിനെ ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര ANനെ നമുക്ക് സിഗ്മ I ഈക്വൽ ടു 1 to n AI എന്ന് വിളിക്കാം. ഇവിടെ I എന്ന് പറയുന്നത് 1 മുതൽ n വരെ. ഓക്കെ, അപ്പോൾ സിഗ്മ AI എന്ന് പറയുന്നത് A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the first 5 terms of each of the sequences and obtain the corresponding series. നേരത്തെ കൊടുത്തതുപോലെ തന്നെ nth ടേം നമുക്ക് തന്നിട്ടുണ്ട്. nth ടേം ഉണ്ട്, നമുക്ക് 5 ടേംസ് എഴുതാം. 5 ടേംസ് എഴുതിയിട്ട് അതിന് കറസ്പോണ്ടിങ് സീരീസ് എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ A1, A2, A3, A4, A5 കണ്ടിട്ട് A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 എഴുതിയാൽ നമുക്ക് കറസ്പോണ്ടിങ് സീരീസ് കിട്ടും. തന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, A1 ഈസ് 3 ആൻഡ് AN ഈസ് ദിസ് 3 AN minus 1 plus 2. Given condition is there for n greater than 1. അപ്പോൾ n greater than 1 ആയാൽ ഇതാണ് AN, അല്ല എങ്കിൽ A1 n ഈക്വൽ ടു 1 ആകുമ്പോൾ A1 ഈസ് 3. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം 3 ആണ്. n greater than 1 ആണെങ്കിൽ നമുക്ക് ടേംസ് കാണാനായിട്ട് ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. 3 AN minus 1 plus 2. അപ്പോൾ A1 ഈസ് 3, then A2 ഈസ് എന്നിന് അവിടെ 2 കൊടുക്കുക. 3 A2 minus 1 plus 2. That means 3 A1 plus 2. Okay, yes, 2. 3 A1, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, 3 അല്ല, അത് 2 ആണ്. 3 A1 plus 2, that is 3 into A1 is 3, already know.
then 3 into 3 plus 2, that is 9 plus 2, 11. Then A3, ഇതുപോലെ തന്നെ A3 കാണുക, 3 into A3 minus 1 plus 2, that is 3 into A3 minus 1 ആണ് A2 ആണ്. A2 11 നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ 3 into 11 plus 2, that is 35. In the same way, you find all the terms. That means up to A5. Okay. എന്നിട്ട് അത് സീരീസ് ആയിട്ട് എങ്ങനെ എഴുതാം? 3 plus 11 plus 25 plus 107 plus 323. Okay. First 5 terms ആണ് corresponding series നമ്മൾ എഴുതാം. Then come to the second question. I think you can do that as homework. Anyway, just read the question. A1 equal to minus 1, an is an minus 1 by n for all n greater than or equal to 2. n greater than or equal to 2 എന്ന് പറയുമ്പോൾ A2, A3, A4 അങ്ങനെ പോകുന്നതെല്ലാം ഈ എക്സ്പ്രഷനാണ്, ദിസ് എക്സ്പ്രഷനാണ്. അതർവൈസ് A1 is given as minus 1. അപ്പോൾ A1 minus 1 എന്ന് എടുക്കുക. A2 and A3 etc. can be found out using this expression an minus 1 by n. അപ്പോൾ n ന് 2 കൊടുത്താൽ A2 കിട്ടും. A2 is minus 1 by 2 here. A3 A3 minus 1 by 3, that is A2 by 3, that is negative 1 by 2 by 3, that is negative 1 by 6. Okay. And A4 is negative 1 by 24 and A5 is negative 1 by 120. അപ്പോൾ സീക്വൻസ് എഴുതുക, അതിന് കറസ്പോണ്ടിങ് ആയ സീരീസ് എഴുതുക. സീരീസ് ജസ്റ്റ് പ്ലസ് ചേർത്ത് എഴുതുക, അത്രയേ ഉള്ളൂ. Then come to third question, that is A1 is equal to A2 equal to 2. അവിടെ A1ഉം A2ഉം 2 ആണ്. an എന്ന് പറയുന്നത് an minus 1 minus 1 ആണ്. അപ്പോൾ ആ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് A1 A2 ഓൾറെഡി ഗിവൺ. an is an minus 1 minus 1 n greater than 2. അപ്പോൾ n ന് greater than 2 വരുമ്പോൾ A3 മുതൽ കൊടുക്കുക. A3 you can find out A3 equal to A3 minus 1, that is A2 minus 1. A2 minus 1, A2 is 2, 2 minus 1, that is equal to 1. Okay, so A3 1 കിട്ടി. In the same way, you can find all others. A4 is 0 and A5 is negative 1. Then you can write the sequence as 2, 2, 1, 0, negative 1, etc. Then the corresponding series is 2 plus 2 plus 1 plus 0 plus etc. Okay. Then come to the next question. Find the indicated terms in each of the sequences whose nth terms are given below. ഇവിടെ nth terms തന്നിട്ടുണ്ട്. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇൻഡിക്കേറ്റഡ് ടേംസ് കാണാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. an is negative 1 raised to n minus 1 n cube. Find A9. ഓക്കെ, അവിടെ A9 കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളോട് ഫസ്റ്റ് ടേംസ് ഒന്നും കാണാൻ ആവശ്യപ്പെട്ടിട്ടില്ല. A9 എന്ന് പറയുമ്പോൾ n-ന് 9 കൊടുക്കുക. അപ്പോൾ A9 equal to negative 1 raised to 9 minus 1 9 cube. Okay, അപ്പോൾ negative 1 raised to 8 into 9 cube equal to 1 into 729. That is A9 equal to 729. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. an equal to n into n minus 2 by n plus 3. Find A20. അപ്പോൾ n-ന് 20 കൊടുത്താൽ മതി. Then you will get A20. Okay, so do that as homework. Then അതുപോലത്തെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് അടുത്തതും. an is 4n minus 3. A17ഉം A24ഉം ആണ് കാണേണ്ടത്. അപ്പോൾ n-ന് 17 കൊടുക്കുക. You will get 17th term and n equal to 24, then you will get 24th term. Okay, here A17 is 65, A24 is 93. അതുപോലെ തന്നെയാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. an equal to n square by 2 raised to 7. അവിടെയും A7 ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 7 കൊടുക്കുക n-ന്. You can find out it as 0.38. Okay. ഇനി നമ്മൾ ഫിബിനോച്ചി സീക്വൻസ് ആണ്, അതൊരു ഫേമസ് സീക്വൻസ് ആണ്. അതിൻ്റെ എക്സ്പ്രഷൻ ഇതുപോലെ എങ്ങനെയാണ് കാണുക. 1 equal to A1 equal to A2. അതായത് A1ഉം A2ഉം ഈക്വൽ ടു 1 ആണ്. an എന്ന് പറയുന്നത് an minus 1 plus an minus 2 ആണ്. n greater than 2 ആണ് അവിടെ കണ്ടീഷൻ. അപ്പോൾ A1ഉം A2ഉം 1 തന്നെയാണ്. n greater than 2 ആകുമ്പോൾ, അതായത് A3 മുതൽ കാണാനുള്ള രീതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. an minus 1 plus an minus 2.
ഇവിടെ ഫസ്റ്റ് 6 ടേംസ് ആണ് നമ്മളോട് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫൈൻഡ് ഫസ്റ്റ് 6 ടേംസ്. ഫൈൻഡ് an+1 by an4 n equal to 1 to 5. അപ്പോൾ 1 2 3 4 5 കൊടുത്തിട്ട് an+1 by an കാണാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫൈൻഡ് ദ ഫസ്റ്റ് 6 ടേംസ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ a1ഉം a2 നമുക്ക് ഓൾറെഡി ഉണ്ട്. a3 എന്ന് പറഞ്ഞാൽ a3 - 1 by പ്ലസ് a3 - 2. അപ്പോൾ a2 + a1 ആണ്. ദാറ്റ് ഈസ് 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ. a4 ആണ്. a4 - 1 + a4 - 2 ദാറ്റ് ഈസ് a2 + a2. ദാറ്റ് ഈസ് 2 + 1. a3 + a2 ആണ്. a2 + 2 അല്ല. ഇവിടെ a3, ദിസ് ഈസ് a3 പ്ലസ് ഇത് a3 എന്നാണ്. a3 + a2 ദാറ്റ് ഈസ് 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ. ആ രീതിയിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇവിടെ ടേംസ് a3 എന്ന് പറയുന്നത് 2 ആണ്, a4 എന്ന് പറയുന്നത് 3 ആണ്, a5 is 5 ആൻഡ് a6 is 8. ഓക്കെ. ഇപ്പോൾ a6 വരെ നമ്മൾ എഴുതി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് an+1 by an ആണ്. an+1 by an n-ന് 1 കൊടുക്കുമ്പോൾ a2 by a1. അപ്പോൾ a2 by a1 ഇവിടെ 1 ആണ്. a3 by a2 എന്ന് പറയുന്നത് 2 ആണ്. a4 by a3 എന്ന് പറയുന്നത് 3 by 2 ആണ്. a4 + 1 by a4 that is a5 by a4 is 5 by 3 and a6 by a5 is 8 by 5. Okay. ഈ ഫിബൊനാച്ചി സീക്വൻസ് ഒരു ഫേമസ് സീക്വൻസ് ആണ്. യു ജസ്റ്റ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ സീക്വൻസ്. ഓക്കെ. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു ആ ക്വസ്റ്റ്യൻ. ഓക്കെ. റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുക. ക്വസ്റ്റ്യൻസ് എല്ലാം വീണ്ടും ചെയ്ത് നോക്കുക. ഓക്കെ. താങ്ക് യു വെരി മച്ച്.